ആ വാർത്ത കേട്ടത് മുതൽ മനസ്സിന് വല്ലാത്ത വേദനയാണ് എനിക്കും നിങ്ങൾക്കൊക്കെ അല്ലേ. ആലോചിക്കുക, താഴെ കാണുന്ന ഈ വാർത്തയെ നമ്മുടെ അയൽനാട്ടിൽ നടന്നതാണ്. 14 വയസ്സുകാരൻ ഉറങ്ങിക്കിടക്കുന്ന ഉമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ കത്തിവെച്ച് മുറിക്കുക. അതും സില്ലി മാറ്റർ, ഒരു മൊബൈൽ ഫോണിൻ്റെ മാറ്റർ. 14 രൂപയുടെ ഒരു റീചാർജ് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ആ സമയത്ത് ആ കുട്ടിയുടെ ബ്രെയിൻ ഏതോ ഒരു തരത്തിലെത്തുന്നു, കത്തിയെടുക്കുന്നു, സ്വന്തം അമ്മയുടെ ഉമ്മയുടെ കഴുത്തിൽ വെക്കുന്നു. എങ്ങനെയാണ് ഒരു കുട്ടിക്ക് പറ്റുന്നത്? ഇതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അത് മൊബൈൽ ഫോൺ ആണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും ഇനി ഭ്രാന്താവാണെങ്കിലും ഒക്കെ ബ്രെയിനിന് സെയിം അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നതും വീട് കത്തിക്കാൻ പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ആളുടെ കയ്യിൽ സ്വന്തമായി മൊബൈൽ ഫോൺ ഉണ്ടെന്ന്? ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ 6ലും 5ലും 7ലും പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ സ്വന്തമായി മൊബൈൽ ഫോൺ ഉണ്ട്. ഇതിലൊരു 10% പുതിയത് വാങ്ങിച്ചു കൊടുത്താണ്. ബാക്കി 90% മുതിർന്നവരുടെ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് മാറ്റുന്ന സമയത്ത് പഴയ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങളത് തല്ലി കുത്തി പൊട്ടിച്ചാലും വേണ്ടിയില്ല, മക്കൾക്ക് കൊടുക്കരുത്. മക്കളത് ഉപയോഗിച്ച് അവരുടെ സ്വന്തം ഫോണായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പാരൻസിനെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അവിടെ. അപ്പോൾ അവർ ഗെയിം കളിക്കുന്നു, അഡിക്റ്റഡ് ആകുന്നു. ഇതിനേക്കാൾ വലിയ വാർത്തയും കേൾക്കേണ്ടി വരും. സോ ഇനി അതുണ്ടാവാതിരിക്കുക നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.